ഹായ് എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഇംഗ്ലീഷ് വളരെ ഒഴുക്കോടുകൂടി സംസാരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലോങ് സെൻറ്റൻസ് നോക്കൂ. ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഉറങ്ങാൻ പോകാവൂ എന്ന് കുട്ടികളോട് പറയൂ. ഞാൻ എത്ര തവണ ഇത് പറഞ്ഞു, എൻ്റെ വാക്കുകൾ അവർ കേൾക്കില്ല. നാളെ ഞാൻ അവരുടെ ക്ലാസ് ടീച്ചറെ കാണാൻ തീരുമാനിച്ചു. ഇതുപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരു സിറ്റുവേഷൻ പറയുന്ന ലോങ് സെൻറ്റൻസ് ഒരു ബുക്കിൽ ആദ്യം എഴുതുക, അതിനുശേഷം അത് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇംഗ്ലീഷ് വളരെ ഒഴുക്കോടുകൂടിയും കണ്ടിന്യൂസ് ആയും സംസാരിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന സെൻറ്റൻസ് എല്ലാം ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് നോക്കാം. അതോടൊപ്പം പ്രാക്ടീസും ചെയ്യാം. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുൻപ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഉറങ്ങാൻ പോകാവൂ എന്ന് കുട്ടികളോട് പറയൂ. ഈ ഒരു സെൻറ്റൻസ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് നോക്കാം. ആദ്യം, ടെൽ ദ ചിൽഡ്രൻ ടു ഗോ ടു ബെഡ് if they have done their homework. Tell the children to go to bed if they have done their homework. Tell the children to go to bed. കുട്ടികളോട് ഉറങ്ങാൻ പോകാൻ പറയൂ. If they have done their homework. Homework അവർ ചെയ്തു കഴിഞ്ഞെങ്കിൽ. Tell the children to go to bed if they have done their homework. Please repeat. Tell the children to go to bed if they have done their homework. ഞാൻ ഇത് എത്ര തവണ പറഞ്ഞു? എങ്ങനെ പറയാം? How many times did I say this? How many times did I say this? ഞാൻ ഇത് എത്ര തവണ പറഞ്ഞു? How many times did I say this? How many times did I say this? ഞാൻ ഇത് എത്ര തവണ പറഞ്ഞു? എൻ്റെ വാക്കുകൾ അവർ കേൾക്കില്ല. അതായത് ഞാൻ പറയുന്നത് കുട്ടികൾ അനുസരിക്കുന്നില്ല, വാക്കിന് വില കൽപ്പിക്കുന്നില്ല എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. They won't listen to my words. Won't എന്നത് ഇവിടെ will not എന്നതിൻ്റെ contraction-ആണ്. They won't listen to my words. എൻ്റെ വാക്കുകൾ അവർ കേൾക്കില്ല. They won't listen to my words. നാളെ ഞാൻ അവരുടെ ക്ലാസ് ടീച്ചറെ കാണാൻ തീരുമാനിച്ചു. I have decided to go and meet their class teacher tomorrow. ഞാൻ നാളെ അവരുടെ ക്ലാസ് ടീച്ചറെ പോയി കാണാൻ തീരുമാനിച്ചു. I have decided to go and meet their class teacher tomorrow. I have decided to go and meet their class teacher tomorrow. ഇനി ഈ സെൻറ്റൻസ് എല്ലാം ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഉറങ്ങാൻ പോകാവൂ എന്ന് കുട്ടികളോട് പറയൂ. ഞാൻ എത്ര തവണ ഇത് പറഞ്ഞു? എൻ്റെ വാക്കുകൾ അവർ കേൾക്കില്ല. നാളെ ഞാൻ അവരുടെ ക്ലാസ് ടീച്ചറെ കാണാൻ തീരുമാനിച്ചു. Tell the children to go to bed if they have done their homework. How many times did I say this? They won't listen to my words. I have decided to go and meet their class teacher tomorrow. ഇതൊരു ലോങ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. Tell the children to go to bed if they have done their homework. How many times did I say this? They won't listen to my words. I have decided to go and meet their class teacher tomorrow. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.